നമസ്കാരം. TVM ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ദുഃഖകരമായ വാർത്തകളാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ അർജുൻ്റെ ആ മരണം, അർജുൻ്റെ ആ ഒരു മരണത്തെക്കുറിച്ച് ഇപ്പോഴൊരു വാർത്തയും വലുതായിട്ടൊന്നും ഇപ്പോൾ കേൾക്കാനില്ല. അർജുനൻ അത് വല്ലാത്തൊരു കേരളത്തിലെ ജനങ്ങൾക്കും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാവർക്കും ഒരു ദുഃഖകരമായ വാർത്തയാണ് അർജുൻ്റെ ഒരു വാർത്ത. അത് വല്ലാത്തൊരു ദുരിതമായിരുന്നു അർജുൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത്, ദുഃഖകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് വയനാട് ചൂരം എന്ന സംഭവത്തിലെ അവിടെയുള്ള ഉരുൾപൊട്ടൽ. അത് എത്രയോ ജനങ്ങൾ അതിൽ നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഭവം ആ വയനാട് ചുരത്തിലെ ആ ഉരുൾപൊട്ടലാണ്. അതൊന്നും വല്ലാത്ത ജനങ്ങളുടെ മനസ്സിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അത് അന്ന് സംഭവിച്ചത്. കാരണം എനിക്കും വളരെ ദുഃഖമുണ്ട്. കാരണം ആ വാർത്തയൊക്കെ നമ്മളെ കൂടപ്പുറത്ത് പോലെയുള്ള എല്ലാ ആൾക്കാരും നമ്മെ വിട്ട് പിരിഞ്ഞ ഒരു വാർത്തയാണ്. ഇപ്പോൾ മൂന്നാമത്തെ ഒരു വാർത്തയെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ സിനിമാക്കാരുടെ വാർത്തയാണ്. ആ സിനിമാക്കാരുടെ വാർത്ത വന്നതിന് ശേഷം ഈ രണ്ട് വാർത്ത അടിയിലായിരിക്കും. കാരണം ഇതിപ്പോൾ വലുതായിട്ട് മേളിലൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ രണ്ട് വാർത്തയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രാധാന്യം ഉള്ള വാർത്ത. അർജുൻ്റെ നമ്മുടെ വയനാട് ചൂരം ആ ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള വാർത്ത. കാരണം അതാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം. അത് ഇപ്പോൾ സിനിമാക്കാരുടെ വാർത്ത വന്നതിന് ശേഷം ആ വാർത്ത വലുതായിട്ട് വരുന്നില്ല. പിന്നെ അതാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും വലുത്. കാരണം അർജുൻ്റെ വയനാട് സംഭവിച്ച ആ ദുരന്തം, അതാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള സങ്കടം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഇനിയും എൻ്റെ ചാനലിലെ പ്രോഗ്രാം കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമസ്കാരം.